ഗെയിമിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നു. ഇതിൻ്റെ പേരാണ് ഹാംസ്റ്റർ കോമ്പാറ്റ്. ഓക്കെ, ഈ ഗെയിം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ബ്രീഫിങ്. ഇത് ഒരു ക്രിപ്റ്റോ കറൻസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ക്രിപ്റ്റോ കറൻസിയാണ് ഇത്. ഒരു എന്താ പറയുക, ഒരു എയർ ഡ്രോപ്പാണിത്. ഇതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് ടാസ്കുകൾ കൊടുക്കും ഡെയിലി. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞ് ഇത് കാണുന്നില്ല, ഇതൊക്കെ ടാസ്കുകളാണ്. ഇതിൻ്റെ തിന്ന ടാസ്കുകളിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ഒരു എക്സ്ചേഞ്ചുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, ട്വിറ്റർ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, ടെലിഗ്രാമുമായിട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ഡെയിലി റിവാർഡ്സിൻ്റെ കാരണം നമ്മൾ അറ്റൻഡൻസ് ഡെയിലി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ, ഇവർക്ക് 2 യൂട്യൂബ് ചാനലുകളുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു റോഡ് മാപ്പ് തരും. ആ റോഡ് മാപ്പിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ജൂലൈ ലാസ്റ്റ് മാസം അവസാനം ഇവർ എയർ ഡ്രോപ്പ് തരുന്നതാണ് പറഞ്ഞത്. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്രിപ്റ്റോ കമ്പനികൾ വന്നു, ഒരുപാട് എയർ ഡ്രോപ്പുകൾ കൊടുത്തു. ചില ഇതിൽ കുറച്ച് കിട്ടും, ചില ഇതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇതിനൊരു ലെവലുണ്ട്, ഒരു 9 ലെവലുണ്ട്. ഇപ്പം നോക്ക്, ഇതിൽ ഏറ്റവും വലിയ ലെവൽ എന്ന് പറഞ്ഞാൽ മാസ്റ്ററും പിന്നെ ക്രിയേറ്റർ ലോഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. ഈ 2 ഗ്രൂപ്പിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ ഭൂരിപക്ഷം ഈ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുക. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് കിട്ടുകയെന്ന് വെച്ചാൽ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു ഇതിലാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു 4 ഇതുണ്ടല്ലോ, 4 ലെവൽ വരെ ഒന്നും കിട്ടൂല എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്നുണ്ട് വല്ലതും കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയാൽ തന്നെ നക്കാപ്പിച്ചായിരിക്കും എന്നുള്ള നമ്മൾ അനുമാനിക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഡെയിലി കുറച്ച് വേറെ ടാസ്കുകളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഡെയിലി സൈഫർ എന്ന് പറഞ്ഞ ടാസ്ക്. ഈ ഡെയിലി സൈഫർ എന്ന് പറഞ്ഞ ടാസ്കിൽ 2 വേർഡ്സുകളാണ്, ഒരു ക്രിപ്റ്റോ വേർഡ്സുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു ഡോട്ട്, പിന്നെന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡാഷ്. ഈ 2 ഇത് വെച്ചിട്ട് അവരൊരു വേർഡ് തരും. അതിൽ എത്ര ഡാഷ് അടിക്കണം, ഇത്ര ഡോട്ട് അടിക്കണം എന്നൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു വേർഡ് വരും. വേർഡ് വന്നിട്ട് ഈ സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുമ്പ് തന്നെ കാണിക്കും നമുക്കൊരു 1 മില്യൺ കോയിന് നമുക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് അത് നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ഡെയിലി കോംബോ എന്ന് പറഞ്ഞ സംഭവം. ഈ ഡെയിലി കോംബോ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അടിച്ച സാധനം കാണുന്നില്ല ഇവിടെ. അവർ പറയാണ്, അവർ അതേപോലെ തന്നെ 3 കാർഡ്സുകൾ തരും ഡെയിലി. അപ്പോൾ ആ കാർഡ്സുകൾ നമ്മൾ പോവുക, സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ അടിക്കുന്നത് റോങ് കാർഡാണ്, നിങ്ങൾ കാണിക്കേണ്ടിയിട്ട് മാത്രം. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് അതേപോലെ തന്നെ ആംസ്റ്ററിൻ്റെ കുറച്ച് കളർഫുള്ളായിട്ടൊരു സാധനം വരും. എന്നിട്ട് ഇവിടെ ഇത് വരും, ആ കാർഡ് വരും. അങ്ങനെ 3 കാർഡ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 മില്യൺ കോയിന് നമുക്ക് തരുമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ സംഭവം കൊണ്ടാകുന്നതിന് ശേഷം ഇവർ വേറൊരു ഉടായ്പ പോയിട്ട് വന്നിരിക്കുകയാണ്, മിനി ഗെയിം എന്ന് പറഞ്ഞത്. ഈ മിനി ഗെയിമിൻ്റെ ഉടായ്പ എന്താണെന്നറിയാം, ഇത് എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്? 300 മില്യണിലധികം ആളുകളാണ് ചെയ്യുന്നത്. അതിൽ കുറേ ആൾക്കാർ ഇവർ ഔട്ട് ചെയ്യണം, പുറത്താക്കണം, തള്ളണം. അതിനു വേണ്ടിയിട്ട് തുടങ്ങിയ ഗെയിമാണിത്. അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മളെ കീ ഉണ്ടല്ലോ, കീ പാസ് ചെയ്യണം ഡെയിലി, മനസ്സിലായി? കീ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുന്നത്, ഇതിൽ ഇതാക്കാൻ പറ്റും. നമ്മളെ ഈ ഡെയിലി ഇങ്ങനെ പാസ് ചെയ്യുക. എൻ്റെ ഇപ്പം ബ്ലോക്ക് ആയിട്ടാണുള്ളത്. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താക്കുന്നത്, ഇതിൽ കാണിക്കും കോയിന്. അപ്പോൾ ഞാൻ ഇതെവിടെയാണ് പോയത്? ഓക്കെ, പ്ലേ. ഓക്കെ, ഈ കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ കോയിൻ കൊണ്ട് ഉപകാരം ഉണ്ട് എന്ന് പറയുന്നത്. അവർ എനിക്ക് തോന്നുന്നു ഒരുപാട് പാക്കേജുകളായിട്ട് അത് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കീ കൊടുക്കും തോന്നും. അപ്പോൾ അതിലും കുറേ ആൾക്കാർക്ക് ലോക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കീ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ കൊണ്ടുവന്ന വേറൊരിത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ഈ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ യൂട്യൂബ് ചാനലുകളാണ്. ഇവർ 2 യൂട്യൂബ് ചാനലുണ്ട്. അത് ഒരു യൂട്യൂബ് ചാനൽ തന്നെ മിസ്റ്റർ ബീസ്റ്റ് എന്ന ചാനലിനെക്കാട്ടി നല്ല ഇതുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും ലെവലായി. കാരണം ലോകത്ത് തന്നെ എല്ലാ ആളുകളും
ഇതിൽ കുത്തുകയാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഒരുപാട് കമ്പനികൾ നമ്മൾ ഉടായ്പ കമ്പനിയിൽ കൂടുന്നതും പിന്നെ അത് ഒരുപാട് വേണ്ടാതരം ചെയ്യുന്നതൊക്കെ കാരണം എന്ന് വെച്ചാൽ അത് സാഹചര്യമാണ്. സാഹചര്യം എന്താണ്, നമ്മളെ ദിവസേന നമുക്ക് എക്സ്പെൻസ് കൂടുകയാണ്, നമുക്ക് വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം നമ്മൾ ഭ്രാന്താകുകയാണ്, ആകെ ഒരു വീട് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്താക്കി ഇങ്ങനത്തെ ഒരുപാട് ഉടായ്പകളിലേക്ക് പോയിട്ട് നമ്മൾ തലയിടുകയാണിത്. അതേപോലെ ഈ നമ്മൾ മാത്രം, മലയാളികൾ മാത്രമൊന്നുമല്ല, ലോകത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് എന്തായിരുന്നു, യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു വരുമാനം അവർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി പരസ്യ വരുമാനമായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ടെലിഗ്രാമിലും വരുമാനമുണ്ട്, ടെലിഗ്രാമിൽ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇൻവൈറ്റ് 3 ഫ്രണ്ട്സ്, അത് അവരെ ഇതിന് കൂട്ടേണ്ടി, ഈ കമ്മ്യൂണിറ്റി കൂട്ടേണ്ടിട്ട് എന്നുവെച്ചാൽ ബൈനറി പോലെ നമ്മൾ കൂട്ടി ഇതാക്കേണ്ടി വരും. ട്വിറ്റർ അക്കൗണ്ടിലും അവർ നല്ലതാണ്, ട്വിറ്റർ അക്കൗണ്ടും വേറെ തന്നെ ഒരു ലോകമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന സംഭവമാണ് 4 ഗെയിമുകൾ. ഈ ഗെയിമിനെ പറ്റി പറയണമെങ്കിൽ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. ഈ ഗെയിമുണ്ടല്ലോ, ഈ 4 ഗെയിമുകളും ഒരു തുള്ളി സുരക്ഷയില്ല. നമ്മളെ ഡാറ്റ ഇവർ തേർഡ് പാർട്ടിക്ക് സെല്ല് ചെയ്യാനുള്ള നമ്മൾ പറഞ്ഞുകൊണ്ട് പെർമിഷൻ കൊടുക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറും ഡാറ്റകൾ, നമ്മളെ പാസ്വേഡുകൾ, ബാങ്കിൻ്റെ ഡീറ്റെയിൽ, അങ്ങനെ ഒരുപാട് അതീവ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഇവർ സെല്ല് ചെയ്യാനുള്ള അനുമതി നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ കൊടുക്കുകയാണ് വെറും ഈ ഗെയിം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട്. നമ്മളെ ഫോട്ടോകളുണ്ടാവും, പ്രൈവറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ളത് എന്തും ഉണ്ടാവും, എല്ലാം നമ്മൾ സെല്ല് ചെയ്യാൻ പോവാണ് ഈ ഒരു സാധനം കൊണ്ട്. നിങ്ങൾ പറ, ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നത്? എനിക്കിത് ഉടായ്പായിട്ട് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവർ ഇത്രക്കായിരം നമ്മളെ ഡീറ്റെയിൽ എടുത്തിട്ട് നമ്മളെ ഡാറ്റയും കൂടി സെല്ല് ചെയ്തിട്ട് നമ്മളെ വിറ്റിട്ടാണ് ഇവർ ഇതാക്കുക. ഇങ്ങനത്തെ ഏതൊരു കമ്പനി ഇത് ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിലും, നെറ്റ്വർക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് അസറ്റ്, ജനങ്ങളാണ് അസറ്റ്, ആ 300 മില്യൺ ജനങ്ങളാണ് അസറ്റ്. ഇവർ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിയല്ല, ഇത് തീരെ ശരിയല്ല. എൻ്റെ ഇതിലൂടെ ഒരുപാട് ആൾക്കാർക്ക്, പിന്നെ ഇതിനെ പറ്റിയിട്ട് ശരിയാണെന്ന് വാദിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതെന്നുള്ളതിൽ കമൻ്റ് ഇടുക. എന്നുവെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി പോസിറ്റീവായിട്ട് പറയുന്നതെന്ന് പറയുക. കാരണം നമ്മളെ ഡാറ്റകളാണ് ഇവർ കട്ടുകൊണ്ടുപോകുന്നത്. ഇനി എന്താവുകയെന്നറിയില്ല. നമ്മളിപ്പം നമ്മൾ അറിയുന്ന പോലെ നമ്മൾ ഇതിൽ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ ആയിരിക്കും ഒരുപാട് ഇവർ സെല്ല് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ടെലിമാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്കായിട്ട് സെല്ല് ചെയ്യാം. നമ്മളെ കോൺടാക്ട് നമ്പർ, ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിൻ്റെ അക്കൗണ്ട്, അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ഒരു കീ, എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ. എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് പാസ്വേഡുകളും പിന്നെ അതീവ നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട് വെക്കുന്ന സംഭവം, നമ്മൾ ഫാമിലി ഫോട്ടോകൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പല രഹസ്യങ്ങൾ ഇതൊക്കെ നമ്മളെ ഫോണിലുണ്ടാവും. അതൊക്കെ ഇവർ വിറ്റ് തുലക്കാൻ പോകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഇതൊരു ഡേഞ്ചർ കളിയാണ്. ബൈ. എന്താപ്പം മാറാത്ത സ്വന്തം തിരക്കിനാണ്. ഇവിടെ ഓക്കെ.